സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതികളെ തുടർന്നുള്ള സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. മഴക്കെടുതി നേരിടാൻ നേരത്തെ തന്നെ ആവശ്യമായ മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നുവെന്നും നിലവിൽ ഒരു ജില്ലയിൽ നിന്നും പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഴയിൽ തകർന്ന റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 5 വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ജില്ലാ കളക്ടർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജരാകണമെന്നും കാലവർഷം അവസാനിക്കുന്നതുവരെ ജാഗ്രത തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരുന്നുവെന്നും കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടലും വിവിധ മേഖലകളിൽ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്കും പരമാവധി ധനസഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇല്ല, ഞാൻ പറയാം, ഇന്ന് മഴ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് മഴ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരാൻ ദിവസങ്ങൾ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടാവില്ല. പിന്നെ 5-ാം തീയതി അല്പം മഴയുടെ തീവ്രത കൂടും എന്നാണ് ഇതുവരെ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനടിസ്ഥാനമാക്കി, നമ്മുടേതായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് 2-ാം തീയതി ഇന്ന് മഴ ഉണ്ടാകും. അതുപോലെ 5-ാം തീയതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മറ്റന്നാൾ 3-4 ദിവസങ്ങളിൽ ശക്തമല്ലാത്ത രീതിയിലുള്ള മഴ തുടരും. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും തീരദേശ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ അപകടത്തിൽ 2 കുട്ടികൾ മരിച്ച സംഭവം ഏറെ ദുഃഖകരമാണെന്നും കുട്ടികളെ പരമാവധി വീടുകളിൽ തന്നെ സുരക്ഷിതമായി നിർത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഞാൻ രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ളൊരു കാലതാമസമാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും ക്യാമ്പുകളിൽ നേരത്തെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും, അതിന് സമയം വയ്ക്കേണ്ട കാര്യമില്ല. പ്രഭാത ഭക്ഷണം അതിരാവിലെ തന്നെ കൊടുത്തു തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഉച്ചഭക്ഷണമായാലും വളരെ കഴിയുന്നത്ര നേരത്തെ തന്നെ അവിടെ എത്തണം. ആളുകൾ ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയതായും എ.പി. അനിൽകുമാർ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. +2 ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി. പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഹൈലി എക്യുപ്ഡ് ഫെസിലിറ്റീസോടുകൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി, MRI, CT, ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോടുകൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും. കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസും. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും. പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി BSc ആൻഡ് ഡിപ്ലോമ കോഴ്സസ്. BSc ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, Hospital Administration and Diploma in Dental Hygiene and Nursing Assistant. Nadakavil Hospital Academy of Paramedical Sciences, Nadakavil Hospital Building, Valancheri, Malappuram. Phone 04942084 010 7034071111.